ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ഒഴിവിൽ മാനന്തവാടി MLA OR കേളുവിനെ മന്ത്രിയായി പരിഗണിക്കാൻ സാധ്യത. വയനാട്ടിൽ നിന്നും മന്ത്രി ഇല്ലാത്തതും CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നതും കേളുവിനെ അനുകൂല ഘടകങ്ങളാണ്. കെ രാധാകൃഷ്ണന്റെ രാജി MPമാരുടെ സത്യപ്രതിജ്ഞാ തീയതി അറിഞ്ഞ ശേഷം മാത്രമെന്നാണ് സൂചന. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രി സ്ഥാനം ഒഴിയുകയാണ്. കാരണം അദ്ദേഹം ആലത്തൂരിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പകരം മന്ത്രി ആര് എന്ന ചോദ്യത്തിന് കേളുവിൻ്റെ പേര് തന്നെയാണ് പ്രഥമ പരിഗണനയിൽ. KP സുരേഷ്, പുതിയ ഒരു മന്ത്രിയെ തിരഞ്ഞെടുക്കണം എന്ന ഒരു അവസ്ഥയിലേക്ക് CPM നേതൃത്വം മാറുന്നത് കെ രാധാകൃഷ്ണൻ്റെ രാജി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞതോടെയാണ്. അവിടേക്ക് പരിഗണിക്കുമ്പോൾ നിലവിൽ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്നും ജയിച്ച മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. എന്നാൽ അത്തരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വേണമെന്നതും ഏറെക്കുറെ നടത്തി വരുന്ന ഒരു സമീപനമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും മുതിർന്ന MLA എന്ന നിലയിൽ കൂടി OR കേളുവിനെ ഇതിലേക്ക് പരിഗണിക്കുന്നത്. അത് മാനന്തവാടി എന്ന പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന MLA ആണ്. അദ്ദേഹം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതിലുപരി ഈ പട്ടികവർഗ ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ആ രീതിയിൽ മുതിർന്ന ഒരു നേതാവെന്ന നിലയിൽ കേളുവിനെ പരിഗണിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അത് പട്ടികവർഗത്തിലെ നിന്നും ഇതുവരെയും CPMനൊരു മന്ത്രി സംസ്ഥാനത്ത് ഉണ്ടായിട്ടുമില്ല. ആ ഒരു പരിഗണനയും ലഭിക്കും. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ നിന്നും നിലവിൽ മന്ത്രിമാരില്ല. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ ഒരു പ്രാതിനിധ്യം കൂടി ഉറപ്പിക്കാൻ കേളുവിന് തന്നെ നറുക്ക് വീഴും എന്നതാണ് സൂചന. അത്തരത്തിൽ അതിൽ നിന്നും മാറി ചിന്തിച്ച് പട്ടിക ജാതിയിൽ നിന്നും ഇല്ലെങ്കിൽ മറ്റ് പട്ടികവർഗത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പട്ടിക ജാതി സംവരണ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLAമാരെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് മറ്റു പേരുകൾ പരിഗണിക്കപ്പെടാൻ സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും 3 ഘടകങ്ങളാണ് കേളുവിന് അനുകൂലമായിട്ടുള്ളത്. ഒന്ന്, വയനാട്ടിൽ നിന്നും നിലവിൽ മന്ത്രിമാരില്ല. 2, പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രി ഇതുവരെ CPMന് ഉണ്ടായിട്ടില്ല. മറ്റൊരു പരിഗണന CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മറ്റ് MLAമാരും തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന MLAമാരും തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളവരുമല്ല. അതുകൊണ്ട് തന്നെ കേളുവിനെ തന്നെ മന്ത്രിയായി തീരുമാനിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതേ സാഹചര്യത്തിൽ തന്നെ പാർലമെന്ററി കാര്യം അടക്കമുള്ള വകുപ്പുകൾ ആർക്ക് നൽകുമെന്നത് അത് ഇപ്പോൾ ഒരു സമ്മേളനം നടക്കുന്ന കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ അത് മറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും മന്ത്രിമാരെ ആ വകുപ്പുകൾ കൂടി ഏൽപ്പിക്കാനുള്ള സാഹചര്യവും സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക അറിയിപ്പുണ്ടാകും. അത് സംബന്ധിച്ച ആലോചനകൾ പാർട്ടിയിൽ ശക്തമായി തന്നെ നടന്നു വരുന്നു. ആ രീതിയിൽ കേളുവിന് തന്നെ നറുക്ക് വീഴും എന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ CPM നേതൃത്വത്തിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നതും. KP സുരേഷ്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.